കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റും, അത് ഉറപ്പായി. പക്ഷെ കെ പി സി സി പുനഃസംഘടിപ്പിക്കാനുള്ള ശുപാർശ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മനസ്സാണ് നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം സതീശനെ മാറ്റാൻ കെ സി പറയില്ല. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം സതീശന് നിർണായകമാകും. കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സുധാകരൻ സമ്മതം അറിയിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഒച്ചപ്പാടൊന്നുമില്ലാതെ സ്ഥാനമൊഴിയുമെന്ന് സുധാകരൻ വ്യക്തമാക്കി. ഇത് പുനഃസംഘടന ഉറപ്പായെന്ന തിരിച്ചറിവിലാണ് സുധാകരൻ അങ്ങനെ പറഞ്ഞത്. സുധാകരനും സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കുന്നെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ പൊതുനിലപാട് സ്വീകരിക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിയുന്നില്ല. അതാണ് ചുരുക്കം. സംയുക്ത വാർത്താ സമ്മേളനം പോലും നടത്തുന്നില്ല. അത് സാധിക്കുന്നില്ല. അത്രയ്ക്ക് അവർ തമ്മിൽ അകന്നു കഴിഞ്ഞു. സംഘടനാപരമായ കാര്യങ്ങളിൽ സതീശൻ മുൻകൈ എടുക്കുന്നത് സുധാകരന് കടുത്ത എതിർപ്പാണ്. കെ പി സി സി അധ്യക്ഷന്റെ ചുമതലകളിലെ കൈകടത്തൽ ഗൗരവത്തോടെയാണ് എ ഐ സി സി കാണുന്നത്. തന്ത്രങ്ങൾ ഒരുക്കുന്ന കനംകോലുവും കെ പി സി സി നേതൃസ്ഥാനത്തേക്ക് പകരം പേരുകൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട്. സാമുദായിക സന്തുലനം പാലിക്കും വിധമാണ് പേരുകൾ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നത്. കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വെച്ചത് ഗ്രൂപ്പ് മാനേജർമാരാണ്. കെ പി സി സിയിൽ എല്ലാവർക്കും അവസരമുണ്ടെന്ന തരത്തിൽ അങ്ങനെയുള്ള തോന്നൽ കൊണ്ടുവരണമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. കെ പി സി സി അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, പ്രചാരണ സമിതി കൺവീനർ തുടങ്ങിയ താക്കോൽ സ്ഥാനങ്ങളിൽ മാറ്റം അനിവാര്യമാണെന്നാണ് ഗ്രൂപ്പ് മാനേജർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവ സഭയെ തൃപ്തിപ്പെടുത്തുന്നതിനൊപ്പം മുസ്ലിം സമുദായത്തെയും ചേർത്ത് നിർത്തണമെന്നാണ് ചില കേന്ദ്രങ്ങളുടെ ആവശ്യം. 4 പ്രധാന സ്ഥാനങ്ങളിൽ 1 വീതം ക്രൈസ്തവ മുസ്ലിം നേതാക്കൾക്ക് നൽകും. ഇതിനൊപ്പം നായർ, ഈഴവ സമുദായങ്ങളെ പിണക്കാതെയും മറ്റു 2 പദവികൾ വീതം വെക്കണമെന്നാണ് നിർദ്ദേശം. കെ പി സി സി പ്രസിഡന്റാകാൻ മാത്യു കുഴൽനാടൻ മുതൽ റോജി ജോൺ, ബെന്നി ബേനാൻ, ആന്റോ ആന്റണി, സണ്ണി ജോസഫ് തുടങ്ങിയ ക്രൈസ്തവ നേതാക്കൾ കരുനീക്കം നടത്തുന്നുണ്ട്. അടൂർ പ്രകാശും കെ മുരളീധരനും ഈ കസേരയ്ക്ക് വേണ്ടി ലക്ഷ്യമിടുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പിൽ പൊതുവായൊരു നേതാവില്ല. എങ്കിലും എം ഹസന്റെ നേതൃത്വത്തിൽ ചിലർ ഒരുമിച്ചാണ് പോകുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഹസന്റെ നീക്കങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മൻ എല്ലാ അർത്ഥത്തിലും ഗ്രൂപ്പിന്റെ നിയന്ത്രണം നഷ്ടമായി. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തോടെ ഷാഫി പറമ്പിൽ അല്പം കരുത്തനായി മാറി. കോൺഗ്രസ് പുനഃസംഘടനയിൽ ഷാഫിക്കും പദവി കിട്ടിയേക്കും. കെ പി സി സി അധ്യക്ഷനാകാൻ കൊടിക്കുന്നിൽ സുരേഷൻ ചരടുവലികൾ നടത്തുന്നുണ്ട്. എ കെ ആന്റണിയുടെ പിന്തുണ കൊടിക്കുണ്ട്. ഇത്തരമൊരു സമഗ്ര അഴിച്ചുപണി നടക്കണമെങ്കിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മാറേണ്ടതുണ്ടെന്ന ചർച്ച സുധാകരൻ ക്യാമ്പും സജീവമാക്കുന്നു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞ 63 നിയമസഭാ സീറ്റുകളാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിനെ ആ യോഗത്തിൽ തന്നെ AP അനിൽകുമാർ ചോദ്യം ചെയ്തു. സാധാരണ നിലയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇത്തരത്തിൽ ഒരു സർവേ നടത്തുന്നത്. സർവേ നടത്തി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം വിജയസാധ്യതയുള്ളവരുടെ പട്ടികയും തയ്യാറാക്കും. അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ചാണ് ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുക. ഇവിടെ സതീശൻ എന്തിന് ഈ റോൾ ഏറ്റെടുത്തതെന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. സതീശൻ വൺമാൻ ഷോ കളിക്കുകയാണെന്ന് പണ്ട് മുതലേ സുധാകരനും കൂട്ടർക്കും പരാതിയുണ്ട്. ഇതെല്ലാം ഗൗരവത്തോടെ കൂടിയാണ് AICC നേതൃത്വം കാണുന്നത്.